ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഡെയിലി ടിപ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് സർവീസ് പീരീഡിനെ കുറിച്ചും വാറൻറ്റിയെക്കുറിച്ചുമാണ്. നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയിൽ ജനറൽ ചെക്കപ്പ് ചെയ്യാറുണ്ട്. ജനറൽ ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് യൂസ്, അത് എന്തൊക്കെയാണ് അതിൽ ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ നോർമൽ UC വണ്ടികൾക്കെല്ലാം തന്നെ 32 ചെക്ക് പോയിന്റ്സ് ആണ് വരുന്നത്. ആ 32 ചെക്ക് പോയിന്റ്സും ജനറൽ ചെക്കപ്പിൽ ചെയ്യേണ്ടതാണ്. ആ എല്ലാ ചെക്ക് പോയിന്റ്സും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞു തരാം. ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ജനറൽ ചെക്കപ്പ് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയുടെ A to Z എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നാണ്. അതായത് ഒരു വണ്ടിക്ക് നോർമലായിട്ട് സ്മൂത്തായിട്ട് പ്രവർത്തിക്കാൻ എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം അതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വണ്ടിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൊത്തത്തിൽ ചെക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് വണ്ടി സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു രീതിയാണ്. ജനറൽ ചെക്കപ്പിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് സ്റ്റെപ്പായിട്ട് ചുരുക്കി പറഞ്ഞു തരാം. ആദ്യമേ തന്നെ നമ്മുടെ വണ്ടിയിലെ ഫൗണ്ടേഷൻ ബോൾട്ട് ഉൾപ്പെടെ വണ്ടിയുടെ എല്ലാ നെട്ടും ബോൾട്ടുകളും ടൈറ്റ് ആണെന്ന് ജനറൽ ചെക്കപ്പിൽ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്ടുകളും എല്ലാ ലൈറ്റിംഗ് സംവിധാനങ്ങളും കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങളുടെ വണ്ടിയിൽ മിസ്സിങ്ങോ വെഹിക്കിൾ ഓഫായി പോകുന്ന ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനറൽ ചെക്കപ്പിൽ കണ്ടെത്തി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടിക്ക് മറ്റു രീതിയിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഓവർ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ജനറൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യന്മാർ നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടെത്തുകയാണെങ്കിൽ, ഏതെങ്കിലും പാർട്സിന് ഡാമേജ് ഉള്ളതായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടെത്തുകയാണെങ്കിൽ ആ ഒരു പാർട്സ് നിങ്ങളുടെ അപ്രൂവൽ എടുത്തതിന് ശേഷം റീപ്ലേസ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ജനറൽ ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വണ്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വണ്ടിയുടെ റബ്ബർ പാർട്സ്, ബെയറിങ്, കേബിളുകൾ ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്യേണ്ടത് ജനറൽ ചെക്കപ്പിലാണ്. ഒരു വണ്ടിയെ സംബന്ധിച്ച് ജനറൽ ചെക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഒരു വണ്ടി ജനറൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് അതിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് അവർ നിങ്ങളെ അറിയിക്കാത്ത എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വണ്ടി ചെക്ക് ചെയ്തവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ജനറൽ ചെക്കപ്പ് കഴിഞ്ഞിറങ്ങുന്ന ഒരു വണ്ടി അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ അത് സോൾവ് ആയിരിക്കണം, കസ്റ്റമർ അപ്രൂവലോടുകൂടി അത് സോൾവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ ഒരു ചെയിൻ കംപ്ലയിൻറ്റ് ജനറൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു ചെയിൻ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് അവർ നിങ്ങളെ ഇൻഫോം ചെയ്യുകയാണ് ഇന്ന കണക്ക് വണ്ടിയിൽ ചെയിൻ കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്കത് അപ്പോൾ തന്നെ മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണ് അടുത്ത സർവീസിൽ മാറാമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കംപ്ലയിൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കംപ്ലയിൻ്റാണ്. അത് പിന്നീട് ഒരിക്കലും അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ജനറൽ ചെക്കപ്പ് ഉള്ള ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അത് അവർ കണ്ടെത്തിയില്ലെങ്കിലോ നിങ്ങളെ ഇൻഫോം ചെയ്തില്ല എങ്കിലോ അത് അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയാണ് 100%. നിങ്ങളുടെ വണ്ടി സർവീസിന് കൊടുക്കുന്ന സമയത്ത് അത് ഷോറൂമിലായാലോ ലോക്കൽ വർക്ക്ഷോപ്പിലായാലോ എവിടെയാണെങ്കിൽ തന്നെയും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.